ചെമ്മങ്ങാട്ടില്ലത്തേക്ക് ചെല്ലാമെന്നല്ലേ ഏറ്റിട്ടുള്ളത്? അവിടുന്ന് കുറുവിലില്ലത്തേക്കും ചെല്ലാമെന്ന് സമ്മതിച്ചിരുന്നു. ചെമ്മങ്ങാട്ട് നമ്പൂതിരി ചുണ്ടിക്കാരൻ, പോരെങ്കി വേണ്ടപ്പെട്ട ആളും. കുറൂറേക്കുള്ള യാത്ര മറ്റൊരിക്കലാവാം. എന്നാ അങ്ങനെ തന്നെ. കൃത്യസമയത്ത് തന്നെ ചെമ്മങ്ങാട്ട് എത്തണം. വേണ്ട ഏർപ്പാടായിക്കൊള്ളൂ. ഓ, അങ്ങനെ ആട്ടെ. എനിക്ക് തീരെ വയ്യല്ലോ. സ്വാമിയാരെ ക്ഷണിക്കുകയും ചെയ്തു. എന്റെ കൃഷ്ണ, അമ്മേനെ വിളിച്ചോ? നീ പോടാ ഉണ്ണി, നിന്നെയല്ല വിളിച്ചത്. ഓ, എന്നാ ഞാൻ പോണു. ഉണ്ണി, നിന്നെ ആവശ്യമുണ്ട്. തിരുവമംഗലം സ്വാമിയാര് പൂജയ്ക്ക് വരുന്നതല്ലേ? ഓ, ഞാനൊന്നും ഒരുക്കിയിട്ടില്ല. വരുമോ? വരാതിരിക്കില്ല. അദ്ദേഹം വാക്ക് തെറ്റിക്കുന്ന ആളൊന്നുമല്ല. എന്നാ ഞാൻ പൂ പൊടിച്ചോണ്ട് വരാം. അമ്മ പോയി കുളിച്ചിട്ട് വാ. നീ ഒന്ന് ഓടിപ്പോയി കളയരുതേ. അയ്യോ, ഞാൻ പോകയോ? പായസം ഒക്കെ തിന്നണ്ടേ? അമ്മ കുളിച്ചിട്ട് വാ. എന്റെ കൃഷ്ണ, എല്ലാം ഭംഗിയായി നടത്താനുള്ള കഴിവ് തരണേ. കഷ്ടമായി. ഞാൻ ആശിച്ചതെല്ലാം വെറുതെ ആയല്ലോ. ഉണ്ണി, നീ ഇതെല്ലാം ഒരുക്കി വെച്ചു അല്ലേ? കഷ്ടമായി. എന്താ സ്വാമിയാരെന്ന് ചെമ്മങ്ങാട്ട് കാണത്ര പോകുന്നത്. സ്വാമി വന്നിരുന്നാൽ വേണ്ട. അമ്മയ്ക്ക് പൂജിക്കരുതോ? അദ്ദേഹം വലിയ ആളാ. അദ്ദേഹം പൂജിക്കുന്നത് പോലെ ആകുമോ അമ്മ പൂജിച്ചാൽ? വാക്ക് വലിക്കാത്ത ആളാ വലിയ ആള്. അയ്യോ, അരുത് കുഞ്ഞേ, അങ്ങനെയൊന്നും പറയരുത്. ഉണ്ണി, നീ ഇതെങ്ങോട്ടാ ഓടുന്നത്? നമുക്കിതെല്ലാം കഴിക്കാം അമ്മേ. എനിക്ക് കൊതിയാവുന്നു. അത് വേണ്ട ഉണ്ണി. ഒരു പക്ഷെ അദ്ദേഹം വന്നാലോ? അയ്യോ, ആ സ്വാമി എങ്ങും വരില്ല അമ്മേ. അമ്മയുടെ ഉണ്ണിക്കുട്ടനല്ലേ, ഒന്ന് ക്ഷമിക്ക്. എന്തോരം നേരമായി അമ്മേ. നീ ഇങ്ങോട്ട് വാ. വേണ്ട, ഞാൻ ഇതൊക്കെ നോക്കി ഇവിടെ ഇരിക്കാം. അത് ഏതായാലും വേണ്ട. നീ കൊതിയനാ. ഞാൻ കാണാതെ നീ ഇതെല്ലാം തിന്നു തീർക്കും. വാ. എന്താ അമാന്തം? പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായില്ലേ? എല്ലാം തയ്യാറായി സ്വാമി. ശംഖുനാഥം കേൾക്കുന്നില്ലല്ലോ. ശംഖ് ശംഖ് ശംഖിൽ നിന്ന് ശബ്ദം വരുന്നില്ല സ്വാമി. എന്ത്? ശംഖിൽ നിന്നും നാദം വരുന്നില്ലെന്നോ? വില്ലുമംഗലം, അങ്ങ് പരമഭക്തൻ തന്നെ. എന്നിരുന്നാലും അചഞ്ചലമായ ഭക്തിയോടെ എന്നെ ഭജിക്കുന്ന കുറൂരമ്മയെ അങ്ങ് ധിക്കരിച്ചു. ആ അമ്മയുടെ ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നതല്ല. കുറൂരിലത്തേക്ക് തന്നെ പുറപ്പെടാം. കൃഷ്ണ, ചിരിക്കണ്ട ചിരിക്കണ്ട. അവിടെ നിന്നാ മതി. നീ എന്നെ കളിയാക്കാണല്ലേ? അതല്ല അമ്മേ, പണ്ട്
യശോദ ഉണ്ണിക്കണ്ണനെ കെട്ടിയിട്ടതുപോലെ എന്നെയും കെട്ടിയിട്ടത് ഓർത്ത് ചിരിച്ചതാ. ഇല്ലെങ്കില് പൂജിക്കാൻ വെച്ചിരിക്കുന്നത് മുഴുവൻ നീ തിന്ന് തീർക്കും. പിന്നെ എങ്ങനെയാ? കുട്ടികളെ നിന്നാല് ദൈവം തിന്നുന്ന പോലെയാ അല്ലമ്മേ? നീ അത്രയ്ക്ക് കൊച്ചുകുട്ടി ഒന്നുമല്ല, കൊതിയൻ. ആ അമ്മേ അമ്മേ, സ്വാമിയാർ വരുന്നെന്ന് തോന്നുന്നു. ശരിയാ. ഞാനിപ്പൊ നിന്നെ അഴിച്ചുവിടാം കേട്ടോ. എടാ എടാ എടാ, നീ ഇതെങ്ങോട്ടാ? ഈ അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. അമ്മേ, സ്വാമികൾ വരുന്നുണ്ട്. നാം അല്പം വൈകിപ്പോയി. സ്വാമികൾ ഇല്ലത്തേക്ക് എഴുന്നള്ളിയത് തന്നെ വലിയ കാര്യം. പൂജയ്ക്കെല്ലാം ഒരുക്കിയിട്ടില്ലേ? എല്ലാം ഒരുക്കിയിട്ടുണ്ട് തിരുമേനി. വന്നാലും വന്നാലും. ഭഗവാനെ, കൃഷ്ണ, അടിയെനിക്ക് അറിഞ്ഞിരുന്നില്ല. അയ്യോ, എന്താ ഇത്? തിരുമണി എന്തായി കാണിച്ചത്? അമ്മേ, അടിയനോട് ക്ഷമിക്കണം. ഭഗവാൻ തന്നെ ഇവിടുത്തെ ദാസനായിരിക്കുമ്പോ ഈ കാലടികളെയായിരുന്നു അടിയൻ ആദ്യം നമസ്കരിക്കേണ്ടിയിരുന്നത്. അയ്യോ, എന്റെ കണ്ണ, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കണം? ഈ ഉള്ളവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത്. എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം.